Hello and welcome to a beautiful day on Youngistan. I am introducing you to a youth who inspires, who entertains and simultaneously provides information to radio listeners. Radio announcers centuries ആയിട്ടുണ്ട് FM and AM channels. But അവർക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു പേര് റേഡിയോ ജോക്കീസ് എന്നാണ്. RJ മാത്തുക്കുട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പേര് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. So he is with me on my show today. So let me welcome him to my Youngistan. Hello. Hi. Thank you. Thank you. Hi. All right. So tell me, ഇതിൽ നല്ലൊരു ഇൻട്രൊഡക്ഷൻ RJ മാത്തുക്കുട്ടിക്ക് RJ രീതിയിൽ പറയണമെന്ന് ആഗ്രഹമുണ്ടോ അതെയോ is this enough of introduction? ധാരാളം മതി. കാരണം എനിക്ക് തോന്നുന്നു റമിതയ്ക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. റമിതയ്ക്ക് അറിയാം എന്താണ് RJ ചെയ്യുന്നത്, എന്താണ് റേഡിയോ എന്നറിയാം, എങ്ങനെയൊക്കെയാണത്, എന്തൊക്കെ രീതിയിലാണത് സർപ്രൈസ് ചെയ്യിക്കുക എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ മതി, ഇത് ധാരാളമാണ്. All right. So tell me, youngsters ഒരുപാട് ഇപ്പം RJയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു, എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും കിട്ടുന്നൊരു എക്സ്പോഷർ കൊണ്ടൊക്കെ ആയിരിക്കും. കാരണം നമുക്ക് ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കുറഞ്ഞതൊരു 200 ലൈക്കിൻ്റെ മെയിലുണ്ടാവും, കുറച്ചധികം ഷെയർസ് ഉണ്ടാവും, നമ്മൾ പറഞ്ഞത് കേൾക്കാൻ കൂടുതൽ ആൾക്കാരുണ്ടാവും. പിന്നെ കുറച്ചൊക്കെ ഇത്രയെങ്കിലും നമുക്ക് ആളുകളെ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കാരണം ചില ലിങ്ക്സ് ഒക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം അത് കേൾക്കുന്ന ആളുകൾക്ക് അത് കൊണ്ടിട്ടുണ്ട് യെസ് എന്നുള്ളൊരു ഫീൽ കിട്ടും. അത് എവിടെയൊക്കെയോ കൊള്ളുന്നത് കൊണ്ടാണ് എനിക്കും അങ്ങനെ ആയിക്കൂടെ എന്ന് പറയുന്നൊരു ഇത് വരണേ. പിന്നെ ആർക്കാണ് ഇങ്ങനെ ഒതുങ്ങിയിരുന്ന് പണിയെടുക്കാൻ ഇഷ്ടമല്ലേ? നമുക്ക് എല്ലാവർക്കും മാക്സിമം ഈ പറയുന്ന മതിലൊക്കെ പൊളിച്ചളയുക, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുക. റേഡിയോയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതല്ലേ. റേഡിയോയിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ പറയുന്നത് ഓൺ എയർ എന്നാണ്. നമ്മൾ നിലത്തുമല്ല മേളിലും അല്ല, ഇങ്ങനെ എപ്പോഴും ആകാശത്ത് പറന്ന് നടക്കാണ്. മേ ബി ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ആളുകൾക്ക് ഇത്രയും താല്പര്യം. ഓക്കെ, അപ്പം ഇപ്പം ഹണ്ട് നടക്കാണ്, RJ ഹണ്ട് നടക്കാണ്. വാട്ട് കൈൻഡ് ഓഫ് കുട്ടികളെയാണ്, എന്താണ് ഈ ക്വാളിറ്റി നിങ്ങൾ നോക്കുന്നത്? എല്ലാ തവണയും പറയും ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം, നന്നായിട്ട് സംസാരിക്കാൻ പറ്റണം, ഹ്യൂമർ സെൻസ് വേണം. ഇപ്പോഴും അത് തന്നെയാണോ നോക്കുന്നത്? തീർച്ചയായിട്ടും. അതിന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണമല്ലോ. അപ്പം എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഉണ്ടായിരിക്കേണ്ട കുറച്ച് ബേസിക് ക്വാളിറ്റി. ഇപ്പോൾ ഒരു ഡ്രൈവ് ചെയ്യാനാണെങ്കിൽ ഒരാൾക്ക് ഏറ്റവും നല്ല ശ്രദ്ധ വേണം, അയാളുടെ ശ്രദ്ധ പാളിപ്പോകാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ റേഡിയോയ്ക്ക് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില ഗുണങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ഹ്യൂമർ സെൻസ് ഉണ്ടായിരിക്കാം, പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു കാര്യം പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാകുന്ന പറയുന്നത്. കാരണം നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റും ഓണയറിൽ. ഇപ്പോൾ ലൈവൊക്കെ ആണെങ്കിൽ ചിരിച്ചിരിച്ച് ചാകാൻ പാകത്തിനുള്ള അബദ്ധങ്ങൾ പറ്റും. പക്ഷേ അതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും വീഴും, പക്ഷേ വീണാൽ എഴുന്നേറ്റ് പോകാനുള്ളൊരു ഇതുണ്ടല്ലോ. അത് ആരുടെ മുന്നിലും നമ്മളിപ്പോൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണട്ടോ എന്ന് പറഞ്ഞ് എണീറ്റ് പോകാനുള്ള ഒരു ശക്തി വേണം. അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഹ്യൂമർ സെൻസ് നമുക്ക് ആർക്കും വലിയ താല്പര്യമില്ല ഗുവാ വർത്തമാനങ്ങളൊക്കെ കേട്ടിരിക്കാനായിട്ടും. അപ്പം ഏറ്റവും നന്നായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ സാധനം പറഞ്ഞെടുക്കുന്ന ഒരാൾ തന്നെ വേണം. പിന്നെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാലും നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മളും നമ്മുടെ ഒരു മൈക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരിക്കലും കേൾക്കുന്നവന് നമ്മളുടെ സ്റ്റുഡിയോയിൽ ആരെങ്കിലും ഇരിപ്പുണ്ടോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവൻ എപ്പോഴും കേൾക്കാൻ ആഗ്രഹം അവനോട് പറയുന്ന പോലെ തോന്നണം, മീൻസ് 1-to-1 ആയിരിക്കണം. അതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എല്ലാ ആളുകളും എന്ന് പറഞ്ഞിട്ട് തലകളും. പക്ഷെ എനിക്ക് പറയാനുള്ളത് നിന്നോടാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ അത് എന്നോടുള്ള എന്തോ ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഒരു മൈക്ക് മാത്രം മുന്നിലിരുന്നിട്ട് ഒരു ഫ്രണ്ടിനോട് പോലെ സംസാരിക്കണം. അപ്പുറത്തൊരു സുഹൃത്തില്ലെങ്കിലും അവിടെ ഒരു സുഹൃത്തുണ്ടെന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ മൈക്ക് ഏറ്റവും നല്ല ഫ്രണ്ടാണെന്ന് വിചാരിക്കണം. അത് ഓരോ ഷോയിലും ഓരോ ടൈപ്പ് ഓഫ് പരിപാടികളായിരിക്കും. ഇപ്പൊ മോർണിംഗ് ഷോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന എനർജി ഇങ്ങനെ കൊടുത്തിട്ട് ഒരു ജിൽ ഫീൽ കൊടുത്താൽ മതി. പക്ഷെ അതെല്ലായ്പ്പോഴും വർക്കാവില്ല. ഇപ്പോൾ നൈറ്റ് ടൈമിലൊക്കെ നമ്മൾ ഷോ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ മുമ്പ് ലവ് ഓൺ എയർ എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. അതിന്റെ മൂഡ് ഫുൾ വേറെയാണ്. അപ്പൊ നമുക്കൊരിക്കലും എന്താ പറയാ അങ്ങനെ വേറെ ഒരു രീതിയിലും സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനൊക്കെ അന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് എന്റെ കയ്യിലിരിക്കുന്ന മൈക്ക്, ഞാൻ മൈക്കിന് ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും സംസാരിക്കുക ആ സമയത്തൊക്കെ. ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ചെവിയാണ് ആ മൈക്ക് എന്ന് വിചാരിച്ചിട്ടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. അത്രയും റൊമാൻറ്റിക് ആകണം അല്ലേ? അതെ അതെ, ഓരോ ഇമോഷണൽ ലെവൽ എപ്പോഴും ഹൈ ആയിട്ടിരിക്കണം. അതെ, പ്രോഗ്രാമിന് ഓരോരോ മൂഡാണ്. മോർണിംഗിൽ പോകുന്ന ഒരു മോർണിംഗ് ഡ്രൈവ് ടൈമിൽ പോകുന്ന ഒരു മൂഡായിരിക്കില്ല ചിലപ്പോൾ ഈവനിങ് ഡ്രൈവ് ടൈമിൽ. നമ്മൾ രാവിലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ആയിരിക്കില്ലല്ലോ. രാവിലെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലിയും ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് തോന്നും എന്തുകൊണ്ട് അൽഫാം കഴിച്ചുകൂടാ എന്ന് തോന്നും. എന്ന് പറയുന്ന പോലെ തന്നെയാണ് റേഡിയോയുടെ കാര്യം. ഓരോ സമയത്ത് ഓരോ ടേസ്റ്റ് ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ ആർജിങ് ആയതുകൊണ്ട് നിർത്താതെ സംസാരിക്കാനുള്ള ഒരു ഇതുണ്ട് അല്ലെ, ഒരു ടാലന്റ് ഉണ്ട്. ശരിക്കും അതല്ല കാര്യം, എനിക്ക് ഇങ്ങനെ ഒരു ടാലന്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ റേഡിയോയിലേക്ക് വന്നത്. ഓക്കെ, ഈ ആർജേസ് തർക്കശാസ്ത്രത്തിൽ ബിരുദം നേടിയവരാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തോറ്റു കൊടുക്കാൻ കുറച്ചും കൂടി താല്പര്യമുള്ള ആളുകളാണ്. കാരണം നമ്മുടെ മുന്നിൽ വരുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ
പറയുന്ന കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരില്ല. ഇപ്പം റേഡിയോയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു പക്ഷേ അവൻ പഠിച്ചിട്ട് വരണം എന്നൊന്നുമില്ല. അവന് ജേർണലിസത്തിൻ്റെ ഡിഗ്രി വേണമെന്നില്ല, PG വേണമെന്നില്ല. അങ്ങനെയുള്ള നിങ്ങൾക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് മാത്രം അറിയാൻ കാര്യം. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആൾക്കാർക്ക് മുന്നിൽ കിട്ടുന്ന ആൾക്കാർ ചിലപ്പോൾ വലിയ വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും. അവർ പറയുന്നതിൻ്റെ ഒരു 80% ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അന്നേരം നമ്മളിങ്ങനെ അതുകൊണ്ട് പൊതുവെ തർക്കശാസ്ത്രത്തിൽ കുറവാണ്. പിന്നെ എന്തെങ്കിലും പറയുന്ന ആൾക്കാർ കൂടുതലും മണ്ടത്തരങ്ങളും പറയാറുണ്ട്. ഓക്കെ ഓക്കെ. ഈ പാരന്റ്സൽ സപ്പോർട്ട് ഈ ഒരു പ്രൊഫഷൻ എത്രത്തോളം ഉണ്ട് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൽ? ഇതിനൊരു പ്രൊഫഷണലായിട്ട് കാണാനൊരു ഉണ്ടോ? ഭയങ്കര പ്രശ്നമായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ ജേർണലിസ്റ്റ് ആയിരുന്നു. ജേർണലിസം കഴിഞ്ഞിട്ടും നിനക്ക് TV പോയിക്കൂടെ? കാരണം അവർക്ക് കണ്ടുപഠിച്ച കുറച്ച് പരിപാടികളുണ്ട്. ഇതായിരിക്കണം. ഇപ്പോൾ TV-യിലാണ് പോകണമെങ്കിൽ ഞാൻ ഏതെങ്കിലും പ്രിന്റിൽ വർക്ക് ചെയ്യണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് മീഡിയ വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു രീതി നമ്മുടെ എല്ലാവരുടെയും പാരൻസിൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം TV-യിൽ വർക്ക് ചെയ്തു, പിന്നെ പ്രിന്റിൽ വർക്ക് ചെയ്തു. അവിടെ നിന്ന് ഞാൻ റേഡിയോയിലേക്ക് വരണേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു വിഷമമുണ്ടായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചിട്ടൊരു ചാട്ടായിരുന്നു. കാരണം റേഡിയോ ലോഞ്ച് ചെയ്ത സമയത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരും കാണിച്ചു കൊടുക്കാനോ ചൂണ്ടിക്കാണിക്കാനോ ഒന്നുമില്ല. പിന്നെ നമ്മളിലുള്ളൊരു എന്നാൽ പിന്നെ പോയി നോക്കട്ടെ എന്ന് പറയുന്നൊരു മൈൻഡിലായിരുന്നു അവർ സമ്മതിച്ചത്. പിന്നെ ഇത് ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു കല്യാണം കഴിക്കുന്ന സമയത്തായിരിക്കും തോന്നുന്നു. ഈ കലാകാരന്മാർക്കും സിനിമാക്കാർക്കും കാരണം സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു പ്രൊഫഷനാണ്. അങ്ങനെയാണ് എൻ്റെ ചിന്ത പുറത്തുണ്ട്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ, കാരണം അവർ പലരും വിചാരിക്കുന്നത് വളരെ കറക്റ്റാണ്. ഇപ്പം എന്താ പറയുക, ഒരു സിനിമയിൽ ആക്ട്രസിന്റെ അവസ്ഥയാണ് ഒരു RJക്ക് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം അതൊരു പീരീഡ് ഓഫ് ടൈം, അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷെ റേഡിയോയിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഇപ്പം മെയിൻ ഷോസ് ഒക്കെ പതിയെ മാറി നിന്നിട്ട് ഞാൻ ഇന്റർവ്യൂസ് മാത്രം ചെയ്തിട്ട് അത് കൂടാതെ കോപ്പി റൈറ്റിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽസ് ഉണ്ടാവും, പിന്നെ നമ്മുടെ സ്റ്റേഷൻ പ്രൊമോസ് ഉണ്ടാവും, റേഡിയോയിലെ പ്രൊമോസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ക്രിയേറ്റീവ് സൈഡായിട്ടുള്ളൊരു വലിയ മേഖല റേഡിയോ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കണം എന്ന് തോന്നുന്നിടത്തോളം കാലം കഴിവുള്ള ഒരാൾക്ക് റേഡിയോയിൽ നിൽക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ നമുക്ക് തന്നെ തോന്നണം. പക്ഷെ അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരുപാട് അവസരങ്ങൾ തുറന്നു കിട്ടും റേഡിയോ എന്ന് തന്നെ. കാരണം നമുക്ക് നമ്മളെ പ്രതിഫലിപ്പിക്കാനുള്ള ഒരു വലിയ മാധ്യമമാണ് റേഡിയോ. ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എപ്പോഴും നമ്മൾ ലൈവിൽ ഓണറിൽ എടുക്കുമ്പോൾ നമ്മൾ എടുക്കണം. എപ്പോഴും നമ്മൾ പ്ലസന്റ് ആയിട്ട് ഇരിക്കണം. ഇമോഷണൽ ഒരു ഫ്ലക്ച്വേഷൻസ് വരാൻ പാടില്ല. സോ ഇന്റർവ്യൂ എടുക്കുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ്? ബിക്കോസ് ഞാൻ ഇപ്പം RJ ഹണ്ട് ഒരുപാട് കുട്ടികൾ രജിസ്റ്റർ ചെയ്തായിട്ട് ഞാൻ കേട്ടു. സോ അവർ എല്ലാം വന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് എനിക്കൊന്ന് സെലക്ഷൻ കിട്ടുക? സോ ഇപ്പം RJ മാത്തുക്കുട്ടിയാണ് ഇരിക്കുന്നത് അവിടെ ഒരു ജഡ്ജായിട്ട്. എന്ത് ക്വാളിറ്റിയാണ് വേണ്ട എന്ന് തോന്നുന്നത്? പലപ്പോഴും നമ്മൾ മുണ്ടിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ട് മലയാളിയുടെ ദേശീയ വസ്ത്രമാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു തുടങ്ങും. നമ്മളെ ഏറ്റവും കൂടുതൽ ബോറടിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഇൻട്രോ ആയിരിക്കും. മറിച്ച് മുണ്ടിൻ്റെ ഇത്രയും സൗകര്യമുള്ള വേറൊരു ഡ്രസ്സില്ല. നമുക്ക് ബഹുമാനിക്കണം തോന്നുമ്പോൾ മടിക്കുത്ത് അഴിച്ചിടാം, അപമാനിക്കണം തോന്നുമ്പോൾ മുണ്ട് മടക്കി കുത്താം എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങണമെങ്കിൽ നമുക്കിങ്ങനെ കൊള്ളാലോ എന്നൊരു സാധനം വരും. ഇൻട്രോ എപ്പോഴും ഭയങ്കര പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ എങ്ങനെ തുടങ്ങുന്നു എന്ന് പറയുന്നത് ഭയങ്കര പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. റേഡിയോയിൽ അതിന് ഹുക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഒരുപാട് റേഡിയോ ടൈംസ് ഉണ്ട് പറയും. ഹുക്ക് എന്ന് പറയാം ഏറ്റവും മെയിനായിട്ട്. കാരണം നമ്മൾ പല പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ റേഡിയോ കേൾക്കുന്നത്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിപ്പിക്കണമെങ്കിൽ ഹലോ എന്ന് മാത്രം പറഞ്ഞാൽ ചിലപ്പോൾ കേടുന്നു വരില്ല. ഇവിടെ നോക്ക്, നമ്മുടെ സെലിംഗ്വാറൊക്കെ പറയുന്ന പോലെ ദിങ്ങടോക്കി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ 4 ആളും കൂടെ കൂടുതൽ കേൾക്കും. ഇൻട്രോ എപ്പോഴും ഭയങ്കര പ്രാധാന്യമുള്ളൊരു കാര്യമാണ് റേഡിയോയിൽ. പിന്നെ ഏറ്റവും ബേസിക് ആയിട്ട് എനർജി ഉണ്ടാവുക. കാരണം ചതഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു നല്ല റേഡിയോ ജോക്കി ആവാൻ പറ്റില്ല. കാരണം ആളുകൾ പല മൂഡിലുള്ള ആൾക്കാരായിരിക്കും. അവരെല്ലാവരെയും അവരുടെ മൂഡിൽ നിന്ന് ഒരു പടിയും കൂടെ മുകളിലേക്ക് നിർത്തുക എന്ന് പറയുന്നതാണ് റേഡിയോയുടെ ഏറ്റവും ബേസിക് ആയ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനർജി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഓർഡർ വേണം. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ആകെ കുഴഞ്ഞു പറഞ്ഞിറക്കുന്ന ചിലപ്പോൾ ടോപ്പിക് ആയിരിക്കും കഴിയും. പക്ഷെ അത് പറഞ്ഞ് ഒരു വ്യക്തതയോട് കൂടിയിട്ട് അടുക്കും ചിട്ടയോടും കൂടിയിട്ട് പറഞ്ഞ് നമുക്ക് പറയാനുള്ള കാര്യം ക്ലാരിറ്റിയോട് കൂടിയിട്ട് പറഞ്ഞ് നമ്മുടെ കൺക്ലൂഷൻ കൊടുത്ത് പാട്ട് കയറി കഴിയുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു എനർജി, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാവുക, നല്ല ഓർഡർ ഉണ്ടാവുക. ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട് ഈ RJസും ബാർ അറ്റൻഡേഴ്സും ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും നല്ല ലിസണേഴ്സ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ആൾക്കാരെ വിളിച്ച് പറയുന്നത്? കാരണം നമുക്ക് നമ്മുടെ ഒരു സമയം എന്ന് വെച്ചാൽ അറിയാമായിരിക്കില്ല, റേഡിയോയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ ധരിപ്പിക്കണം എന്ന് പറയാം. റേഡിയോയുടെ ഒരു പോളിസി അനുസരിച്ചിട്ട് നമുക്ക് 40 സെക്കൻഡാണ്
ഒരാളെ ഏറ്റവും നന്നായി കേട്ടിരിക്കുന്ന സമയം. ആ 40 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം എന്നാണ് പഠിപ്പിക്കുക. പക്ഷെ പലപ്പോഴും 40 സെക്കൻഡ് ഒന്നും പറ്റില്ല. ചില ആളുകൾ വിളിച്ചിട്ട് അവർക്ക് എപ്പോഴും അവരുടെ കാര്യം ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർ വിളിച്ചിട്ട് ഓരോ തരത്തിൽ ചിലരൊക്കെ കരയും. നമുക്ക് കരയുമ്പോൾ അതെ നമുക്ക് 40 സെക്കൻഡിന്റെ മേളിലേക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടേ, അല്ലെങ്കിൽ അതെ ഇതിപ്പോ 1.5 മിനിറ്റായി 7-8 മിനിറ്റ് ഒക്കെ സംസാരിച്ച ആൾക്കാരുണ്ട്. അവര് വിളിച്ചു കരഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുന്നവന് തോന്നും എന്തിനാ അവനത് കട്ട് ചെയ്തേ എന്ന് തോന്നും. പറയുന്ന ആൾക്കും വിചാരിക്കും ഞാൻ ഇത്രയും സങ്കടപ്പെട്ട് വിളിച്ചിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് പോയില്ലേ. നമുക്കും പക്ഷെ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഇവിടെ കിടക്കുന്നു. അപ്പൊ ഇത് എങ്ങനെ ഇത് ചെയ്യുന്നുള്ള കാര്യം ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഈ പ്രസൻസ് ഓഫ് മൈൻഡിന്റെ കാര്യം പറയുമ്പോൾ ആളുകൾ എന്തൊക്കെ തരത്തിലാണ് സംസാരിക്കുന്നത് പറയാൻ പറ്റില്ല. ഇപ്പൊ കുറച്ചും കൂടി നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ഒരു 3 വർഷമൊക്കെ നമുക്ക് അങ്ങനൊരു പ്രൊവിഷനേ ഇല്ല. റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ പോലും നമ്മുടെ ഓൺ എയർ ഇല്ല. അപ്പൊ എന്ന് വെച്ചാൽ ലൈവിൽ ഇരുന്നിട്ട് കോളേഴ്സ് എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുന്ന എല്ലാം ലൈവായിട്ടായിരിക്കും പോവാ. ചില സമയത്തൊക്കെ ഈ ലവ് ഓൺ എയർ എന്ന് പറഞ്ഞ ഷോ ഒക്കെ ചെയ്യുന്ന സമയത്ത് വിളിച്ചിട്ട് ഇഷ്ടമാണെന്നൊക്കെ പറയും. നമുക്കിങ്ങനെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലേ, ചിലതൊന്നും വിട്ടുകൂടാ എന്നുള്ള. പക്ഷെ ആ സമയത്ത് അത് നടക്കില്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ചും കൂടി ഓക്കെ നമുക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം എന്നൊക്കെ പറയുന്ന ഒരു ഇതെങ്കിലും വന്നത്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഭയങ്കര രസമായിരുന്നു, ഇൻട്രസ്റ്റിംഗ് പരിപാടികളായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് മാത്തുക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഫാൻ ഫോളോവേഴ്സ് ഒരുപാടുണ്ട്. ഈ RJ ഉണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. ഉണ്ടോ? എങ്ങനെയുണ്ട്? ഫാൻ ഫോളോവിങ്സ് ഒരുപാടുണ്ട്. രസമാണ്, കുറച്ചൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. നമുക്ക് ഈ ഡെഡിക്കേറ്റഡ് ലിസണേഴ്സ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ കുറച്ച് പേർ എന്ത് പറഞ്ഞാലും നമ്മളെ കേൾക്കാനുണ്ടാവും. അവരുടെ ഒരു ധൈര്യമാണ് ശരിക്കും നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോൾ. നമുക്കറിയാം ഒരു ചില ടോപ്പിക്സ് പറയുമ്പോൾ ഇന്ന ആൾക്കാർ വിളിക്കും. ആ ആൾക്കാർ കറക്റ്റായിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടാവും. കാരണം അത് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ വളരെ അളന്നു വെച്ചിട്ടുണ്ടാവും. അവർ ഈ കൈൻഡ് ഓഫ് ടോപ്പിക്സ് വരുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമാണ് അത് റെസ്പോണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതുണ്ടാവും. ചെറിയൊരു നേരം വേണം നമുക്ക്. സോ വിളിച്ച് ഇന്ന് എന്താണ്, ഇന്ന് വരാത്ത എന്താ, പനിയാണോ, എന്ത് പറ്റി, മാത്തുക്കുട്ടിക്ക് എന്ത് പറ്റി, അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ്സ് അയച്ചു കൊടുക്കുക, സ്പെഷ്യൽ ആയിട്ട് കിട്ടുക, അങ്ങനത്തെ ഒരുപാട്. അതെന്ന് വെച്ചാൽ റേഡിയോയുടെ ഏറ്റവും വലിയ കൗതുകം നമുക്കിത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആൾക്കാരുടെയൊക്കെ മനസ്സിൽ നമ്മളെ കുറിച്ച് ഓരോരുത്തർക്കും ഓരോരോ വിഷ്വലായിരിക്കും. എന്നെ കാണുമ്പോൾ ഇത്രയും പൊക്കമുള്ളൂ അല്ലേ, ഞാൻ ഇതിലൊക്കെ പൊക്കമുള്ള ഒരാളാണ്. അത് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ചില ആൾക്കാർ ഗിഫ്റ്റ് കൊണ്ടുവരാം. അപ്പോൾ ഗിഫ്റ്റ് കൊണ്ടുവരാന്നതിന് ഗിഫ്റ്റ് തരാന്നതിനും അപ്പുറത്തേക്ക് നമ്മളെ കാണാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ വരാറ്. എനിക്ക് ബർത്ത്ഡേക്ക് വരാറുണ്ട്. എനിക്ക് മോർണിംഗ് ഷോ ദിവസം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരിത്തിരി മൂക്ക് കയറി വരുന്നുണ്ടാവും. അനുനാസികാതി പ്രസരം എന്ന് പറയും മലയാളത്തിൽ അതിന്. അതായത് മൂക്കും കൊണ്ട് നമ്മൾ കൂടുതൽ ഇതിനൊക്കെയാണ് അനുനാസികാതി പ്രസരം എന്ന് പറയുന്നത്. നമുക്ക് മൂക്കും കൊണ്ട് കൂടുതൽ വാക്കുകൾ സംസാരിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മോർണിംഗ് ഷോയിൽ ഇങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇൻ കേസ് ഞാൻ ഏതെങ്കിലുമൊക്കെ അക്ഷരം പറയുന്ന സമയത്ത് തെറ്റി കേൾക്കുകയാണെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളന്ന് ഇൻട്രോ സ്റ്റാർട്ട് ചെയ്തു. പ്രോഗ്രാം കഴിഞ്ഞു. ഞാൻ അന്ന് ഓഫീസിലിരിക്കുമ്പോൾ ഉച്ചയായി കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി റിസപ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി കോൾഡ് കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ ഭയങ്കര നമുക്ക് തോന്നും അയ്യോ, നമുക്ക് ചിലപ്പോഴൊക്കെ ഭയങ്കര ബോറടി തോന്നും. നമ്മൾ ആരും കാണുന്നില്ല, നമ്മുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ അത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോഴൊക്കെയാണ് നമ്മൾ ശരിക്കും ഈ പ്രൊഫഷൻ ഇത്രയും സ്നേഹിക്കുക. ഓക്കെ, പ്രൊഫഷൻ മാറിയിട്ട് ഒരു RJ എന്ന രീതിയിൽ പ്രിപ്പറേഷൻസ്, എന്തെങ്കിലും ഒരു റിയാസ്, ഒരു ഡ്രിൽ എക്സസൈസ് ഫോളോ ചെയ്യുന്നുണ്ടോ? ബിക്കോസ് വോയിസ് കൊണ്ട് മാത്രമല്ലേ, സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? രാവിലെ ഒരിടയ്ക്ക് രാവിലെ പത്രം കിടിലം മറ്റേ ഈ ഉറക്ക വായിക്കായിരുന്നു. നമ്മളെല്ലാവരും ഇങ്ങനെ മനസ്സിൽ വായിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഉറക്ക വായിക്കായിരുന്നു. കാരണം ഈ ഉച്ചാരണം എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് വരുന്ന കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പറ്റുന്ന കുറെ സാധനങ്ങളുണ്ട്. നമ്മുടെ ഒരു പുതിയൊരു RJ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഷാക്കിം ഷാ എന്നാ പറയാന്ന്. അപ്പൊ ഷാ ഷാ സാ ഈ 3 സാധനത്തിന് ഞങ്ങൾ ഷാ എന്നാ പറയാ എന്നാണ് പറയാ. പക്ഷെ പറഞ്ഞു വരുമ്പോ ഞങ്ങൾ ഷാക്കിം ഷാ എന്നാ പറയാ എന്നേ പറയുള്ളൂ. അതാണ് ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാവില്ല, ഷാക്കിം ഷാ എന്ന് പറഞ്ഞ പോരെ. അതല്ല, ഷാ ഷാ സാ ഈ 3 സാധനത്തിന് ഞങ്ങൾ ഷാ പറയുള്ളൂ എന്ന് പറയുന്ന പോലത്തെ. അപ്പൊ അങ്ങനെ ഉച്ചാരണം കുറച്ച് നോക്കിയില്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യും. ഇപ്പോ നമ്മള് ഭ എന്ന് പറയേണ്ട അടുത്ത് ഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവൻ അവിടെ നമുക്കൊരു മാർക്ക് വെക്കുക. അപ്പോൾ അതുകൊണ്ട് ഉച്ചാരണം എപ്പോഴും റേഡിയോയിലൊരു പ്രാധാന്യമുള്ളൊരു കാര്യം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കണം. നമ്മൾ അങ്ങനെ ആ ഒരു ഇതിലും സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആൾക്കാർ അങ്ങനെ മാർക്ക് ചെയ്തിടും.
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചും കൂടി അത് പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്ന കാരണം കൊണ്ട് ആ സമയത്ത് ഞാനത് ചെയ്യായിരുന്നു. പിന്നെ പോസിറ്റീവായിട്ടിരിക്കാനുള്ള നമ്മൾ തന്നെ വിചാരിക്കും, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതൊരു വലിയ കാര്യമാണ്. ഈ ജഡ്ജ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, ഗേൾസ് ഒരുപാട് ഈ ആർജിങ്ങിലേക്ക് വരുവാണെങ്കിൽ അവർ ഒരുപാട് ജഡ്ജ് ചെയ്യപ്പെടുന്നില്ലേ? ബിക്കോസ് ഒരു മൂവിയൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം ഗേൾസ് റേഡിയോ ജോക്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധാരണ, ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട് എങ്ങനെയാണ് എന്നുള്ളത്, നല്ല രീതിയിലല്ല. സോ അതെങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ ഉണ്ടോ അതെയോ അത് വെറും ഒരു ധാരണ? രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമ്മൾ റേഡിയോയിൽ കണ്ട സിനിമയിൽ കണ്ട ആർജയും നമ്മൾ ജീവിതത്തിൽ കാണുന്ന ആർജയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം അവർക്ക് അങ്ങനെ ഒരു ഇമേജ് ആവശ്യമായിരുന്നു ആ സിനിമയിൽ, അതുകൊണ്ട് അവരത് കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും വളരെ സാധാരണക്കാരും, എല്ലാവർക്കും ഉണ്ടാവും. അവർ പാർട്ടിക്ക് പോകുന്നുണ്ടാവും, അവർ ചിലപ്പോൾ ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ടാവും, പക്ഷെ അതൊക്കെ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതല്ലാതെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവരെല്ലാവരും, ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും നല്ല പെൺകുട്ടികൾ വരെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. മീൻസ് ഏറ്റവും നീറ്റായിട്ടുള്ള പെൺകുട്ടികൾ എൻ്റെ ഓഫീസിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഈ പ്രൊഫഷൻ ഇത് ചൂസ് ചെയ്യുന്ന യങ്സ്റ്റേഴ്സിന് ഇതൊരു നല്ലൊരു ഫീൽഡാണ് പോകാൻ വേണ്ടിയിട്ട്. അതിപ്പം ഒരു റേഡിയോ പഠിച്ചിട്ട് പോകണം എന്നൊന്നുമില്ല, അല്ലാതെ തന്നെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡ് എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ റേഡിയോ പഠിച്ചിട്ടല്ല റേഡിയോയിൽ കയറി ചെയ്തു. റേഡിയോയിൽ നിന്നിട്ട് നമുക്ക് റേഡിയോ പഠിക്കാനും പറ്റുള്ളൂ. അത് പുറത്ത് നിന്നിട്ട് നമ്മൾ റേഡിയോനെ കുറിച്ച് പഠിക്കുന്നത് കൂടുതലും ഈ തപാൽ വഴി നീന്തൽ പഠിക്കുന്ന പോലെ ഉണ്ടാവും. ഇനി കൈകൾ ഇങ്ങനെ കാണിക്കൂ ഇങ്ങനെ കാണിക്കൂ എന്ന് പറഞ്ഞാൽ വായു കടന്ന് ചൂടെത്തിയിട്ട് ഒരു കാര്യമില്ല. നീന്തൽ പഠിക്കുമ്പോൾ അത് വെള്ളത്തിൽ എന്ന് പറഞ്ഞ പോലെ റേഡിയോനെ കുറിച്ച് പഠിക്കാൻ റേഡിയോ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ആൾക്കാർ പറയുമ്പോഴേ നമുക്ക് കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ. ചിലപ്പോൾ നമ്മുടെ ഓഫീസിലുള്ള എല്ലാവരും ഓക്കെ ആയിരിക്കും, പക്ഷെ പുറത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഏറ്റവും നല്ല റെസ്പോൺസ് തരും. റേഡിയോ തന്നെ വേണം. ഇൻട്രസ്റ്റിംഗ്. സോ മാത്തുക്കുട്ടിയുടെ സ്റ്റൈലിൽ ഒരു ഔട്ട്രോ നമുക്ക് ഇന്നത്തെ ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫസ്റ്റ് ബിഫോർ ബ്രേക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ ഒരു ഔട്ട്രോ ചെയ്യാൻ പറ്റുമോ? ഞാൻ മാത്തുക്കുട്ടിയാണ്, എൻ്റെ കൂടെ റമിതയാണ്. പറയാനായിട്ട് കുറേ കാര്യങ്ങൾ ഇനിയുണ്ട്, പക്ഷേ ചെറിയൊരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. Thank you so much. Okay, so thank you so much for coming on my show. Yeah. Thank you. Time to take a short break. ബ്രേക്കിന് ശേഷം ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ സ്റ്റോറീസ് വരുന്നുണ്ട്, so stay tuned.